ഐജു ആന്റണി, ക്ഷമിക്കണം, ഞാൻ ആ ഫാദറിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. ഫാദർ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഇതിലൊരു ടെക്നിക്കലായി പറയുമ്പോൾ അത് ഒരു അഡ്രസ് മാത്രമായി നിലനിൽക്കുന്നു എന്നതിനപ്പുറത്ത് ഇപ്പോൾ ഈ അച്ഛന്മാർക്കൊന്നും അതിൽ ഒരു റോളില്ല എന്ന് മറുഭാഗം പറയുന്നു. അതേസമയം ഇത് ഞങ്ങളുടെ ഭവനം തന്നെയാണ് എന്ന് അച്ഛന്മാർ പറയുന്നു. ഇതിങ്ങനെ തുടരുന്ന സാഹചര്യം, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഘർഷം സൃഷ്ടിച്ചത് കൊണ്ട് എന്ത് നേട്ടം ആണ് ഉണ്ടാകുന്നത്? എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഘർഷം നടത്തിയത് എന്നാണ് താങ്കൾ കരുതുന്നത്? അതെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം. ഇപ്പോഴത്തെ കണ്ടീഷനിലുള്ള ഒരു പ്രധാന പ്രശ്നം, എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള കൂരിയ അംഗങ്ങൾ മുഴുവൻ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഇവിടെ ബസിലിക്കയിൽ വെച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന തരിയൻ ഞാളിയനും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള മനുഷ്യനാണ്. ഞാൻ പറഞ്ഞത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ അവിടെ നടക്കുന്നു. നേരത്തെ തന്നെ ഒരു ഭൂമി കുംഭകോണ വിഷയം നിങ്ങൾ എല്ലാവരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി കുംഭകോണ വിഷയം നിങ്ങൾ ചർച്ച ചെയ്തതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഭൂമി കുംഭകോണ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ കർദിനാൾ ആലഞ്ചേരിയെ പുറത്താക്കി. ആരാണ് പുറത്താക്കിയത്? ഞങ്ങളല്ല പുറത്താക്കിയത്, വത്തിക്കാനാണ് പുറത്താക്കിയത്. വത്തിക്കാൻ പുറത്താക്കിയതിനു ശേഷം അവിടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തു. ആ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദിവസം ഈ വത്തിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ നള്ളിഫൈ ചെയ്തുകൊണ്ടുള്ള സംസാരമാണ് സംസാരിച്ചത്. ആദ്യ ദിവസം പറഞ്ഞത് കർദിനാൾ ആലഞ്ചേരി കുറ്റം ചെയ്തു എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്നാണ്. ഞാൻ പറഞ്ഞത് വത്തിക്കാൻ കർദിനാൾ ആലഞ്ചേരി കുറ്റം ചെയ്തു എന്ന് വിശ്വസിച്ച് കർദിനാൾ ആലഞ്ചേരിയെ പുറത്താക്കി. പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വരുന്നു. പുതിയ മേജർ ആർച്ച് ബിഷപ്പ് പറയാണ് ഞങ്ങൾ ആരും കർദിനാൾ ആലഞ്ചേരി കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ല, വത്തിക്കാൻ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്ന് കർദിനാൾ ആലഞ്ചേരിയുടെ സെക്രട്ടറി ആയിരുന്ന അതേ വൈദികൻ തന്നെയാണ് ഇന്ന് ഈ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറി. അന്ന് കർദിനാൾ ആലഞ്ചേരിയുടെ കൂടെ ഉണ്ടായിരുന്ന അതേ കൂരിയ തന്നെയാണ് ഇന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ കൂരിയ. ഇവിടെ എറണാകുളത്ത് ഉണ്ടായ സംഭവം എന്താണ്? ബിഷപ്പ് ബോസ്കോ പുത്തൂർ ബോധപൂർവം അന്ന് കർദിനാളിനോടൊപ്പം വർക്ക് ചെയ്തിരുന്ന മാവരെ മാത്രം ചേർത്ത് ഇവിടെയും കൂലിയ ഉണ്ടാക്കി. കൃത്യമായ ക്രിമിനൽ ആക്ടിവിസമാണത്. ഞാൻ പറഞ്ഞത് അവിടെയും ഒരേ ആളുകൾ ഭൂമി കുംഭകോണ സമയത്ത് മേജർ ആർച്ച് ബിഷപ്പിനോടൊപ്പം മൗണ്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഇപ്പൊ നിലനിൽക്കുന്നു. ഭൂമി കുംഭകോണ സമയത്ത് ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായിരുന്ന ക്രിമിനൽസ് ആരൊക്കെയാണോ അവരെല്ലാവരും നിലനിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ ഏത് തരം ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്യും. ശരി, താങ്കൾ ഈ നേരത്തെ പറഞ്ഞത് റാഫേൽ തട്ടേലിന്റെ പ്രതികരണമല്ലേ? റാഫേൽ തട്ടേൽ പിതാവിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അദ്ദേഹം താങ്കൾ ഈ പറഞ്ഞതൊക്കെ ശരി, അത്തരത്തിൽ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ പോലും അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം എന്താണ് പറഞ്ഞത്? അഭിപ്രായ ഭിന്നതകൾ ഉണ്ട്, പക്ഷെ അത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകണം, ഒരുമിച്ച് മുന്നോട്ട് പോകണം, അങ്ങനെ സഭയെ നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഇതുവരെ ഒരു ചർച്ച നടത്താൻ പറ്റിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകൾ അതിന് സമ്മതിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ചുറ്റും ഇപ്പോഴും കർദിനാൾ ആലഞ്ചേരിയുടെ പിണിയാളുകൾ മാത്രമാണ്. ഒരു ചർച്ച, ഞാൻ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരി. ഞങ്ങൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തെ 2-ാം ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പ് ഹൗസിൽ കൊണ്ടുവന്ന് വൈദികരും എല്ലാവരും ചേർന്ന് വലിയ സ്വീകരണം കൊടുത്താണ്. അതായത് ഈ റാഫേൽ തട്ടേലിന്റെ അറിവോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും റാഫേൽ തട്ടേൽ പിതാവിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം വെറും റബ്ബർ സ്റ്റാമ്പായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവർ മുഴുവൻ പഴയ കാലത്ത് അതേ കൂലിയാണ്, അതേ ആളുകളാണ്. അദ്ദേഹം വെറും റബ്ബർ സ്റ്റാമ്പാണ്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. താങ്കൾ ഈ മതപരമായി നോക്കുമ്പോൾ അത് അദ്ദേഹം ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ ഈ പദവിയൊക്കെ സമ്മതിച്ചു സാർ. ഞാൻ ഒരു ഉദാഹരണം പറയാം. അല്ല, എനിക്ക് വ്യക്തിപരമായ പ്രശ്നമുണ്ടായിട്ടല്ല, പക്ഷെ താങ്കൾ ഗുരുതരമായ ആരോപണമല്ലേ ഉന്നയിക്കുന്നത്? അല്ലല്ല, ഞാൻ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് വെറുതെ അല്ല. ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഒരു ഉദാഹരണം പറയാം. ഞങ്ങള് ഇദ്ദേഹവുമായി ബിഷപ്പുമാരുമായി ചർച്ച ചെയ്ത് ഞങ്ങൾ ജൂലൈ മാസം 1-ാം തീയതി ഞങ്ങൾ ഒരു സമവായത്തിൽ എത്തിയിട്ടുണ്ട്. ആ സമവായം ഇന്ന് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ. ആ സമവായത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പുത്തൂരുമാണ്. അവർ രണ്ടുപേരും ഒപ്പിട്ട് പുറത്തിറക്കിയ സമവായം എന്തുകൊണ്ടാണ് അതേ രീതിയിൽ അവർക്ക് പോലും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തത്?
ഞങ്ങൾ സഹകരിച്ചാണ്, ഞങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സഹകരിച്ചു. ഒരു പള്ളിയിൽ പോലും കുർബാന ചെല്ലാതിരുന്നിടത്ത് 130 പള്ളികളിൽ കുർബാന തുടങ്ങി ബാക്കി പള്ളികളിൽ ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് അവർ സമവായത്തിൽ നിന്ന് പിന്നോട്ട് പോയത്. ഞാൻ പറഞ്ഞത് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ഒപ്പിട്ട ഒരു സാധനത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവരല്ല ഇന്ന് കൺട്രോൾ ചെയ്യുന്നതെന്നല്ല എന്റെ അർത്ഥം. അവരൊപ്പിട്ട് പുറത്തിറക്കിയ സാധനമാണത്. ജൂലൈ മാസം 1-ാം തീയതി 2024 ജൂലൈ മാസം 1-ാം തീയതി ഡേറ്റ് ഇട്ട് ഇവര് രണ്ടുപേരും ഒപ്പിട്ട് ഒരു സർക്കുലർ പുറത്തു വന്നിട്ടുണ്ട്. ആ സർക്കുലർ പ്രകാരം ഇവിടെ സമവായമാണ്, കുർബാന പ്രശ്നം പരിഹരിക്കപ്പെട്ടതാണ്. പരിഹരിക്കപ്പെട്ട പ്രശ്നത്തിന്റെ മേൽ ആരാണ് ഈ ബഹളങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്? ആ പരിഹരിക്കപ്പെട്ട പ്രശ്നം മേജർ ആർച്ച് ബിഷപ്പ് ഒപ്പിട്ടതിന് ശേഷം അത് അദ്ദേഹം പൂർണ്ണമായും ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ അദ്ദേഹത്തെ കാണണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഞങ്ങൾക്ക് കാണാൻ അപ്പോയിന്റ്മെന്റ് തന്നു. ഞങ്ങൾ 5 പേര് അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ അവിടെയുള്ള ചാൻസലർ കാവിൽപുരയിടം എന്ന വൈദികൻ അവിടെ അടുത്തിരിക്കുന്നുണ്ട്. ഈ വൈദികൻ ഈ മേജർ ആർച്ച് ബിഷപ്പിനെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് മേജർ ആർച്ച് ബിഷപ്പ് പറയാൻ വാതുറക്കുമ്പോൾ ഈ വൈദികൻ കയറി പറയണോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിചയമില്ല. എറണാകുളത്തുള്ള കൂരിയയില് ഞങ്ങൾ ബിഷപ്പിനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ കൂരിയ അംഗങ്ങൾ അടുത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ അവരാരും ബിഷപ്പ് സംസാരിക്കുമ്പോൾ സംസാരിക്കാറില്ല. പക്ഷെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടത് കാവിൽപുരയിടം ഈ ബിഷപ്പിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം കുറച്ചുകൂടി കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഈ കാവിൽപുരയിടം എന്ന് പറയുന്നയാൾ അദ്ദേഹത്തിന്റെ മുട്ടിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, മതിപിതാവ് എഴുന്നേക്ക് പോകാം. അദ്ദേഹം എഴുന്നേറ്റ് പോവാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ പരിപൂർണമായിട്ടും അദ്ദേഹം വേറെ ഏതോ ശക്തികളുടെ കീഴിലാണ്. ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ഒരു ഗുരുതരമായ ഒരു ആരോപണം ഒരു ചാനലിൽ കൂടി വെറുതെ വന്നിരുന്ന് പറയല്ല. ശരി, നേരിട്ട് ബോധ്യമുള്ള ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉള്ള കാര്യമാണ് പറയുന്നത്. ഒരു ക്രിമിനൽ സംഘം സീറോ മലബാർ സഭയെ പിടിച്ചടക്കിയിരിക്കുന്നു. അതിനകത്ത് ഒരു സംശയമില്ല. യെസ്, വളരെ നന്ദി ശ്രീ ഷൈജു, ഒപ്പം ഫാദർ ജോസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും